ഒരുപാട് ഇമോഷൻസ് ക്യാരി ചെയ്യുന്ന ഒരു പാർട്ടാണല്ലേ നമ്മുടെ മനസ്സെന്ന് പറയുന്നത്. ചൈൽഡ്ഹുഡ് തൊട്ടുള്ള ഒരുപാട് ഇമോഷൻസ്, ഫീലിങ്സ്, നമ്മുടെ കാഴ്ചപ്പാടുകൾ, ട്രോമാസ്, ഓർമ്മകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ കിടപ്പുണ്ടല്ലേ. നമ്മുടെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു ഇൽനസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിന് വേണ്ടത്ര പരിഗണന കൊടുത്ത് ട്രീറ്റ് ചെയ്യും അല്ലേ. അതുപോലെ തന്നെയാണ് മനസ്സിൻ്റെ കാര്യവും. അതിനെ റീപ്രോഗ്രാം ചെയ്ത് പുതിയ ഡാറ്റ ഇൻസേർട്ട് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. രണ്ട് തരം മനസ്സാണ് നമുക്കുള്ളത്, കോൺഷ്യസ് മൈൻഡും സബ് കോൺഷ്യസ് മൈൻഡും, ബോധ മനസ്സും ഉപബോധ മനസ്സും. നമ്മൾ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും കാര്യങ്ങൾ അനലൈസ് ചെയ്യുന്നതും കാൽക്കുലേറ്റ് ചെയ്യുന്നതൊക്കെ കോൺഷ്യസ് മൈൻഡ് വെച്ചിട്ടാണ്. അതിന് നല്ല രീതിയിലുള്ള ഒരു അവയർനെസ് ഉണ്ട്. 10% മാത്രമാണ് നമുക്ക് കോൺഷ്യസ് മൈൻഡ് ഉള്ളത്. ബാക്കി 90% നമ്മുടെ ഉള്ളിൽ കിടക്കുന്നത് സബ് കോൺഷ്യസ് മൈൻഡാണ്. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അഥവാ ഉപബോധ മനസ്സിന് അവയർനെസ് ഒട്ടും തന്നെയില്ല. നമുക്ക് നമ്മുടെ പാസ്റ്റിൽ ഉണ്ടായിട്ടുള്ള ഇമോഷണൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ്, നമ്മുടെ വിശ്വാസങ്ങൾ, കാഴ്ചപ്പാടുകൾ, നമ്മുടെ ഫീലിങ്സ്, ഇമോഷൻസിൻ്റെ ഒക്കെ ഒരു സ്റ്റോറേജ് ബാങ്ക് തന്നെയാണ് നമ്മുടെ ഈ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത്. നമുക്ക് 90% ഉള്ളത് നമുക്ക് ഈ സബ് കോൺഷ്യസ് മൈൻഡാണ്. അതിൽ ലോങ് ടേം മെമ്മറി ആയിരിക്കും. നമ്മുടെ സ്പിരിച്വൽ കണക്ഷൻ, ഇൻറ്റ്യൂഷൻ, ക്രിയേറ്റിവിറ്റി, നമ്മുടെ റിലേഷൻഷിപ്പ് പാറ്റേൺസ്, അഡിക്ഷൻ, ഹാബിറ്റ് ഒക്കെ സബ് കോൺഷ്യസ് മൈൻഡുമായിട്ട് കണക്ട് ചെയ്തിട്ടായിരിക്കും പ്രവർത്തിക്കുന്നത്. പക്ഷേ കോൺഷ്യസ് ആയിട്ടുള്ള ഒരു എഫേർട്ട് ഇല്ലാതെ ലൈഫിൽ നമുക്ക് ഒന്നും നേടാൻ കഴിയില്ല. എന്നാൽ നമ്മൾ ഈ ചെയ്യുന്ന കോൺഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് സപ്പോർട്ട് ചെയ്യണം, അനുകൂലിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു റിസൾട്ടും കിട്ടുകയുള്ളൂ. സോ അതിനുവേണ്ടി നമ്മുടെ ലൈഫിൽ നമ്മൾ അടിച്ചേൽപ്പിച്ച കുറേ വേണ്ടതും വേണ്ടാത്തതുമായിട്ടുള്ള കാര്യങ്ങളും നമ്മൾ ഗ്രാസ്പ് ചെയ്തെടുത്ത കുറേ വേണ്ടതും വേണ്ടാത്തതുമായ കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്ത് നമ്മുടെ മൈൻഡ് റീപ്രോഗ്രാമിംഗ് ചെയ്ത് പുതിയ ഡാറ്റ ഇൻസേർട്ട് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അത് ചെയ്യാൻ കഴിയുന്ന, നമ്മുടെ മൈൻഡ് ക്ലീൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന വളരെ സിമ്പിളായിട്ടുള്ള 3 ടെക്നിക്സാണ് ഞാൻ ഇന്നിവിടെ പറയുന്നത്. ഫസ്റ്റ് വൺ, ബ്രീത്തിങ് എക്സസൈസ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ടെക്നിക്കാണിത്. 4 സെക്കൻഡ്സിൽ ശ്വാസം അകത്തോട്ടേക്ക് എടുക്കുക, 6 സെക്കൻഡ്സ് എടുത്ത് ശ്വാസം ഹോൾഡ് ചെയ്യുക, അതിനുശേഷം 8 സെക്കൻഡ്സിൽ ശ്വാസം പതിയെ പുറത്തു വിടുക. ഒരു 15 to 20 കൗണ്ട് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. ഇത് ആക്ച്വലി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ശ്വാസം എടുക്കുന്നതിലോ അല്ലെങ്കിൽ പുറത്തു വിടുന്നതിലോ, ഏത് മൂക്കിൽ കൂടി ശ്വാസം എടുക്കുന്നു പുറത്തു വിടുന്നു, നമ്മുടെ ബ്രീത്തിങ് കപ്പാസിറ്റി, പാറ്റേൺ എന്നതിനെക്കുറിച്ചൊന്നും നമ്മൾ ഒട്ടും കോൺഷ്യസ് അല്ല അല്ലേ. പക്ഷെ നമ്മളൊരു ബ്രീത്തിങ് എക്സസൈസിലോട്ടേക്ക് കടക്കുമ്പോൾ നമ്മൾ അവിടെ കോൺഷ്യസ് ആകും. ആ കോൺഷ്യസ്നെസ് ആണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. പതുക്കെ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ കാം ഡൗൺ ആവാൻ സ്റ്റാർട്ട് ചെയ്യും. അവിടെയാണ് ബ്രീത്തിങ് പാറ്റേൺ വർക്ക് ചെയ്യുന്നത്. സെക്കൻഡ് വൺ, ജേർണലിംഗ്. എഴുതുക. മനസ്സിലുള്ള പേടി, മനസ്സിൽ തോന്നുന്ന ചിന്തകൾ, കാര്യങ്ങളൊക്കെ എഴുതുക. എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സോൾവ് ആവുന്നത് കാണാം. ഓട്ടോമാറ്റിക്കലി അതിനുള്ളൊരു സൊല്യൂഷൻ നമുക്ക് കിട്ടും. മൈൻഡിനെ നമ്മൾ ഡീക്ലട്ടർ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, ഒരു ലോഡ് കാര്യങ്ങൾ മൈൻഡിൽ ഉണ്ടാവും, ഒരുപാട് ചിന്തകൾ, വിഷമങ്ങൾ. നമ്മൾ ഒരു തീരുമാനം എടുക്കുമ്പം പോലും നമ്മളെ അത് പിന്നോട്ട് നയിക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള തോട്ട്സും കാര്യങ്ങളാണ്. ഓക്കെ, അത് എഴുതി കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതിനുള്ള ഒരു സൊല്യൂഷനും കിട്ടും. ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണിത്. തേർഡ് വൺ, ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ ആൻഡ് വിഷ്വലൈസേഷൻ. ലൈഫിൽ നടക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നന്ദി പറയുക. ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. വലിയ വലിയ കാര്യങ്ങളൊന്നും വേണ്ട, ചെറിയ കാര്യങ്ങൾക്ക് നന്ദി പറഞ്ഞ് തുടങ്ങുക. അപ്പോൾ വലിയ കാര്യങ്ങൾ നിങ്ങളെ തേടി വരും. അതുമാത്രമല്ല, ഒരു 5 മിനിറ്റ് രാത്രി കിടക്കാൻ നേരം കണ്ണുകളടച്ചിരുന്ന് നിങ്ങൾക്ക് വേണ്ട ഒരു ഐഡിയൽ ലൈഫ് ഇമാജിൻ ചെയ്യുക. അത് നന്നായിട്ട് ഫീൽ ചെയ്യുക. ഈ 3 കാര്യങ്ങളും പ്രാക്ടീസ് ചെയ്ത് നോക്കുക. നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഒരിക്കലും മൈൻഡിനെ ഇഗ്നോർ ചെയ്യാതിരിക്കുക. ഹീൽ ചെയ്യാനുള്ളൊരു ടൈം കൊടുക്കുക.